നാം അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധം നീണ്ടുപോയാൽ വളരെ വിഷമകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോകും. അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ഇതെല്ലാം. ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം അള്ളാഹു കടലിലും കരയിലും ദുരന്തങ്ങൾ, പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുമെന്ന്. അതിന്റെ ഓരോ നേർക്കാഴ്ചകളാണത്. ഇന്ന് ഹറാമുകൾ വർദ്ധിച്ച കാലമാണ്. പഴയ കാലം പോലല്ല. എല്ലാ നിലയിലും വ്യഭിചാര പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു, പലിശ ഇടപാടുകൾ വർദ്ധിച്ചു, ലഹരി ഉപയോഗങ്ങൾ വർദ്ധിച്ചു. പാട്ടുകാരികളും സംഗീതോപകരണങ്ങളും ഡാൻസുകാരികളുമായി മുസ്ലിം തരുണിമണികൾ രംഗത്തിറങ്ങി. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് മുസ്ലിം സഹോദരിമാർ ആ നിലക്കൊക്കെ ജീവിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ദീനിനെ വില വെക്കാത്ത നിലക്ക് മുസ്ലിം സഹോദരിമാർ യുക്തിവാദികളും നിരീശ്വരവാദികളും ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുമ്പോൾ അതിനൊക്കെയുള്ള അവസരം നൽകും വിധം ജീവിതം ആ രൂപത്തിൽ പ്രയാസകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കിയപ്പോൾ തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് നിങ്ങൾ പരീക്ഷണങ്ങളെ, ദുരന്തങ്ങളെ പ്രതീക്ഷിക്കണം എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ നേർക്കാഴ്ചകളാണ് ഇപ്പോൾ ഓരോന്നോരോന്ന് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സൂക്ഷിക്കുക, നാമുമായി ബന്ധപ്പെട്ടവരെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കുക. ഈ ദുനിയാവിലെ ജീവിതം വളരെ ചുരുങ്ങിയ കാലമാണ്. കാലാകാലം ഇങ്ങനെ നീണ്ടുപോകില്ല. എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. ഈ ദുനിയാവ് തന്നെ നശിക്കുന്ന ലോകമാണ്. അദ്ദുനിയാ ദാറുൽ ഫന, ഈ ദുനിയാവ് നശിക്കുന്ന ലോകമാണ്. വൽ ആഖിറതു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം അത് പാരത്രിക ലോകം മാത്രമാണ്. ഇവിടത്തെ ഉമ്മ ഉപ്പ നിലനിൽക്കില്ല. ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല. ഇവിടത്തെ മക്കൾ നിലനിൽക്കില്ല. ഇവിടത്തെ വീടുകളും ഫ്ലാറ്റുകളും കൊട്ടാരങ്ങളും ആരോഗ്യവും ഭംഗിയും ഒന്നിനും നിലനിൽപ്പില്ല. വൽ ആഖിറതു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം അത് പാരത്രിക ലോകമായ ആഖിറമാണ്. ആ ആഖിറം സമ്പാദിക്കാനാണ് ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ആയുസ്സിനെ ചെലവഴിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ അവർക്ക് കള്ളം പറയാൻ കഴിയില്ല, ഗീബത്ത് പറയാൻ കഴിയില്ല, ഫിതന ഉണ്ടാക്കാൻ പറ്റില്ല. സുന്നത്ത് ജമാഅത്തിന്റെ നെടുന്തൂണുകളായ അമ്പിയാക്കളുടെ അനന്തരക്കാരായ പണ്ഡിതന്മാർ ഒരു പണ്ഡിതന്മാരെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയില്ല. ലഹരി ഉപയോഗം, അതുപോലെ പലിശ ഇടപാടുകൾ, വ്യഭിചാര പ്രവർത്തനങ്ങൾ, അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് വാട്സ്ആപ്പ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, അതുമായിട്ട് ഇടപെടുക, എല്ലാം അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിലക്കാണെങ്കിൽ എല്ലാം നമ്മുടെ ഈമാനെ കളങ്കപ്പെടുത്തും, ആഖിറം നഷ്ടപ്പെടുത്തും, നരകക്കുണ്ടിൽ അത് നമ്മെ ചെന്ന് ചേർക്കും.